ഹലോ. അപ്പോൾ ഇപ്പം നമ്മൾ മേതൂട്ടിയുടെ സ്കൂളിലോട്ട് പോവേന്നേ. മേതൂട്ടിക്ക് പനിയാന്ന് പറഞ്ഞിട്ട് ഇപ്പം മിസ്സ് വിളിച്ചിട്ടുണ്ട്. അപ്പം ഇന്നലെ ഒരു ബ്ലഡെല്ലാം എടുത്തേച്ച് രാവിലെ ഒരു ചീക്കലുണ്ടായിനെ. പിന്നെ പോരാത്തതിന് രാവിലെ കൈ ഡോറിന്റെ ഇടക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. പല്ലിയേക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയെന്നാണ് തട്ടിന്റെ മുകളിൽ. അപ്പൊ ഇവിടെ കൈ ഇങ്ങനെ വെച്ചിനി. അമ്മ അത് കണ്ടിട്ടുമില്ല. അപ്പൊ പെട്ടെന്ന് നടക്കുമ്പോ ചെറുതായിട്ടൊന്ന് ഇറങ്ങി. അപ്പൊ അതാ ഇഞ്ചക്ഷൻ എടുത്ത് അതേ കൈക്കാന്ന് ഇന്ന് ഇറങ്ങുകയും ചെയ്തത്. അപ്പൊ മിസ് ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ചെറിയ ചൂടുണ്ട്, കണ്ണിന്നെല്ലാം വെള്ളം വരുന്നുണ്ട്, എന്നാ ചെയ്യണ്ടോളോട് പോണ്ടാ പറഞ്ഞു പോലും. പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ ഏതായാലും കൂട്ടാൻ പോവാന്ന് പറഞ്ഞിട്ട് നമ്മള് രണ്ടാളും ഇതാ. പക്ഷെ ഇതേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ഡോക്ടറെ പിന്നെ കാണിക്കുന്ന സമയത്ത് ഡോക്ടർ നമ്മളോട് ചോദിച്ചതാണ് പനി ഉണ്ടോന്ന്. അപ്പൊ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുമില്ല, വലിയ ചൂടായിട്ട് നമുക്ക് തോന്നിയിട്ടുമില്ല. അപ്പൊ ഇന്നലെ നമ്മൾ ആ റിപ്പോർട്ട് മേടിച്ചില്ല. അപ്പൊ ഞാനും ശ്രീനാഥനും പോയി റിപ്പോർട്ട് മേടിക്കാന്നില്ലല്ലോ ഉണ്ടായിനെ. അതെന്ന് ചോക്ക് എന്തെങ്കിലും വൈറ്റമിൻ ഡിന്റെയോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബ്ലഡ് ചെക്ക് ചെയ്തത്. ഇനിയിപ്പോ ഏതായാലും ഓളയും കൂട്ടിയിട്ട് പനിയും കാണിക്കാം, റിപ്പോർട്ട് നോക്കിയിട്ട്. അതെ, നമുക്ക് പെട്ടെന്നാകുമ്പോ ഒരു ടെൻഷനായി പോയി. അപ്പൊ അതെ, സ്കൂളിലേക്ക് പോയിട്ട് മേതൂട്ടീനെ കൂട്ടാം. നമുക്ക് മേതൂട്ടീനെ നമ്മൾ സ്കൂളിൽ നിന്ന് കൂട്ടി ഇപ്പൊ ഹോസ്പിറ്റലിലെത്തി. അതിൻ്റെ ഇടക്ക് യൂണിഫോം എല്ലാം മാറ്റി വെച്ചേ. മേതൂട്ടി നല്ല ഉറക്കാണ്, നല്ല പനിയുമാണ്, ക്ഷീണവും ഉണ്ട് നല്ല ഓണം. അതുകൊണ്ട് ഉറങ്ങിപ്പോയി, വണ്ടിയിലേ ഉറങ്ങി. നല്ല ഇതായി ക്ഷീണമുണ്ട്, പനി കൂടിയല്ലേ. പനി പോയാ നോക്കിയേ, പനി മാറിയോ? അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. മേതൂട്ടിയിതാ വീണ്ടും കിടന്നുറങ്ങിയിട്ടാ. ആ ഒരു ക്ഷീണത്തിലാടെ അങ്ങനെ കിടക്കിയെന്നാ മരുന്ന് കൊടുത്താൽ. ഇപ്പം പനി കുറച്ച് കുറവുണ്ട് അല്ല സീനാട്ടാ? അതെ അതെ അതെ, നമ്മള് ആശുപത്രിയിലേക്ക് നേരെ പോയി. അത് കഴിഞ്ഞപ്പം 100 ഡിഗ്രി അങ്ങനെ 100 ഡിഗ്രി 100 ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മെഡിസിൻ തന്നു, അത് കഴിച്ചു. പനി കുറച്ച് മരുന്നിന്റെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലേ, പക്ഷെ ക്ഷീണം ഉണ്ട് നല്ലോണം. ഇന്നൊന്നും കഴിച്ചിട്ടില്ല. ഉച്ചക്ക് ചോറ് കൊണ്ടുപോയത് മിസ് വേദനയായോണ്ട് പറഞ്ഞു. ഇന്നലത്തെ ഇഞ്ചക്ഷൻ വെച്ചതും, അതെ ഇഞ്ചക്ഷൻ വെച്ചതും ബ്ലഡ് എടുത്തതും, അതെ കൈക്ക് വേടിയാന്ന്. ഇതാ അത് ഞാൻ ആ ഇത് ഒട്ടിച്ചിട്ടുണ്ട് അതിനെ. അത് ഞാൻ പറിച്ചു കളഞ്ഞു. ആടുന്ന് ഡോക്ടർ നല്ലോണം ഉണ്ടോ ചോദിച്ചാരാം, അതാടുന്ന് പറിച്ചു കളഞ്ഞു. ഇതാ മണിക്കൂട്ടൻ ഇപ്പൊ എത്തി, ഡ്രസ്സെല്ലാം മാറ്റി. മണിക്കൂട്ടിനെ കണ്ടിട്ടാ, മണിക്കൂട്ടിന്റെ ഫ്രണ്ട്സ് എല്ലാം കണ്ടു. എനിക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഫ്രണ്ട്സിനോട് ഓന്റെ അനിയത്തിനെ കൂട്ടിട്ട് പോയിന്ന് പറഞ്ഞു. നീ കണ്ടി നമ്മളാ? നീ എന്താ വരാഞ്ഞ? നീ ചോറ് ബാക്കി വെച്ചിട്ട് നീ എവിടെയാ? എന്നെ കണ്ടില്ല നീ എവിടുന്ന്? അതെയാ, മണിക്കൂട്ടിന് അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളിൽ നിന്ന് കണ്ടാ മൈൻഡ് ആക്കല് കുറച്ച് കുറവാണ്. അതെ, പഴയ സ്കൂളിലാണ് പഠിക്കുന്നുണ്ടെങ്കിൽ ഇവന് ഓടി വരലുണ്ടേ. അതെയാ, എങ്ങനെയുണ്ടായിരുന്നു മണി ഇന്ന് ക്ലാസ് എല്ലാം? അതെയാ, അങ്ങനെയാണ്. മേതൂട്ടി കയ്യാണ്ടെന്നാ പിന്നെ ഈ വീട് ഉറങ്ങും. ചായലും കുടിച്ചു. അപ്പം മേതൂട്ടി ഉച്ചക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പൊ വരുന്നവർക്ക് നമ്മൾ ചായലും കുടിച്ചു. അതെ അല്ലേ, വരുന്നേക്ക് ചായ കുടിച്ചു. ആ ഒരു ചായന്റെ തന്നെ. പിന്നെ റംബൂട്ടാൻ, ഓളെ ഫേവറേറ്റ് റംബൂട്ടാൻ നടക്കുന്നുണ്ടോ? ചായ കുടിച്ചു പറഞ്ഞിട്ടില്ലേ? എന്നാ മണി മണക്കുന്നേ? കൈ മണപ്പിച്ച് മണക്കുന്നില്ലല്ലോ, നമ്മൾ കഴിച്ചിട്ടാ. പിന്നെ റംബൂട്ടാൻ ഉണ്ടായില്ല മണിക്കൂട്ടാ, അതിന് 2 എണ്ണം നീ എടുത്തിട്ട് നോക്ക് വെച്ച. മണിക്കൂടെ കയ്യപ്പാക്കും. ഒരു റോള് കഴിച്ചതു. മണിക്കൂട്ടിനെ മേടിക്കണം എന്ന് വിചാരിച്ചാണ് ശരിക്കും. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പുറത്തേക്ക് പോയതുകൊണ്ട്, ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങൾക്ക് എല്ലാം പോയതുകൊണ്ട് അടുപ്പിച്ച് ഹോട്ടൽ ഫുഡാണ്. അതെ, കുറച്ച് ദിവസമായിട്ട് ഹോട്ടൽ ഫുഡാണ്. സമയം ആ ഒരു ഉച്ച സമയം എന്ന് പറയുന്നത് അതെ. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചു, പിന്നെ അതുമല്ല എപ്പോഴും തിരിച്ചു വരുമ്പോ എന്തെങ്കിലും എണ്ണക്കടികളായിട്ടും കൊണ്ടുവരും. അപ്പൊ ഇന്ന് വിചാരിച്ചു വേണ്ട, അതൊരു ശീലാക്കണ്ട. പിന്നെ ഈ വൈകുന്നേരം നമ്മൾ എന്തെങ്കിലും കണക്ക് എണ്ണക്കടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നാ രാത്രി ഇവര് ഭക്ഷണം കഴിക്കയില്ല, കഴിക്കാണ്ട കിടക്കല്. അതുകൊണ്ട് ഇന്ന് ഞാൻ ശ്രീനാട്ടൻ ചോദിച്ചിന് എന്നോട് മേടിക്കണം. ഞാൻ പറഞ്ഞു ഒന്നും മേടിക്കണ്ട.
ഓന് വേണ്ടുന്ന സാധനങ്ങളുണ്ട്. കിട്ടിയിട്ടില്ല എനിക്കത്. പുറത്തുണ്ട് നോക്കിയേ. ഞാൻ എടുക്കാൻ മറന്നുപോയിന്ന് അറിയില്ല, കുറച്ച് മാത്രം ഇങ്ങോട്ടേക്ക് എടുത്തു. ഇല്ലേ ഓളെ ബാഗും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്ര മണിക്കൂട്ടാ അതില് കൊറേ തോടാണ് മേതൂട്ടി അയച്ചു വെച്ചത്. ഞാനൊരു 3 ആകെ ചെലപ്പോ അതില് 3 ഉണ്ടാവൂലോ. മേതൂട്ടിക്ക് ഇപ്പം ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ഇത് റംബൂട്ടാൻ. മേതൂട്ടി കിലോന് 360. ഇതില് പകുതിയും തോടാണ്. 1/2 കിലോനാ മേടിച്ചത്. അത് ഇല്ലത് വെച്ചും തോടാണ്. ഓളൊരു 3-4 കഴിച്ചു. മണിക്കൂട്ടന് 2 കൊടുത്തോന്നാ പറഞ്ഞിന്. അതുകൊണ്ട് കരറ്റ് 2 എടുത്തിട്ട് അവിടെ വെച്ച മണി. അത് വേറെ ഉണ്ടോ നോക്കിയ മണിക്കൂട്ടയില് തോട് കൂടാണ്ട് എത്ര എണ്ണം ഉണ്ട് നോക്കിയേ. ഉണ്ടാ എന്നാ അത് അവിടെ വെച്ച മണിക്കൂട്ട. ആ 2 ബാക്കിയെല്ലാം